മുനമ്പം ഭൂവിഷയത്തിൽ ബിജെപിയുടേത് കുളം കലക്കി മീൻ പിടിക്കുന്ന നടപടിയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് സത്യം വീണുപോയതോടെ സംഘപരിവാർ ആഖ്യാനങ്ങൾ പൊളിഞ്ഞു. ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ തിരിയും. ഇഡിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പ് എന്നും പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ്. അതിൻ്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിലാർക്കും സംശയം വേണ്ടതില്ല. ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് പക്ഷേ നിയമപരമായ പരിരക്ഷ വേണം. എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് BJP നടത്തിയത്. ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്. PS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, കഴിഞ്ഞ ദിവസത്തെ കിരൺ റിജിജുവിന്റെ പരാമർശത്തെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കടുത്ത പരാമർശങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, മുനമ്പ വിഷയത്തിൽ കേന്ദ്ര മന്ത്രി റിജിജു കഴിഞ്ഞ ദിവസം മുനമ്പത്ത് എത്തുകയും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അറിയാൻ സത്യം പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ മുനമ്പം വിഷയം പരിഹരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പാസാക്കിയ ബില്ലിലൂടെ സാധിക്കുന്നത് എന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ചോദിച്ചിരുന്നു. കാരണം ഇതിന് ഒന്നാമതായി മുൻകാല പ്രാബല്യമില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ആഖ്യാനം, അത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ആഖ്യാനമാണ് ഈ ബില്ലിലുള്ളത്. ആ രാഷ്ട്രീയമാണ് ബില്ലിലുള്ളത്. ഇന്നിപ്പോൾ അത് മുസ്ലിങ്ങളെ അവരായി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ പിന്നീട് നാളെ അത് മറ്റ് ന്യൂനപക്ഷങ്ങളിലേക്ക് നേർക്കും വരും. അതുകൊണ്ട് അതാണ് ഓർഗനൈസറിലെ ലേഖനം വ്യക്തമാക്കുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. കേന്ദ്രമന്ത്രിയെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഈ പറയുന്ന ഒരു കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിയത്. പക്ഷേ അവർ അവിടെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നു. ഈ വിഷയം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാരിന്റെ ആലോചന, നീക്കം. പക്ഷേ അതിന് ചില നിയമപരമായ ചില കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കമ്മീഷൻ വെച്ചത്. അതിനുശേഷം കാര്യങ്ങൾ പരിശോധിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇവിടെ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. BJP അങ്ങനെ പെരുമാറുമ്പോൾ അതിനെ സഹായകരമാകുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിനെതിരെ അതിനിശ്ചിതമായ വിമർശനം മുനമ്പം വിഷയത്തിൽ അദ്ദേഹം ഉയർത്തുന്നു. ലീഗിൻ്റെത് ഇരട്ടത്തപ്പാണ്. അവർ തന്നെയാണ് ഈ ഭൂമിയുടെ അവകാശികൾ. ആരാണ്, എങ്ങനെയാണ് ഈ ഭൂമി കൈമറിഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയ ഈ വഖഫ് ആയി നിന്ന ഭൂമി മാറി എന്നിവർ എങ്ങനെ പറയും എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ലീഗിനെ കടന്നാക്രമിക്കുന്നതും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു. ഏതായിരുന്നാലും വഖഫ് ഭൂമിയിൽ മുനമ്പത്ത് താമസിക്കുന്ന മുനമ്പം നിവാസികൾ കാലങ്ങളായി താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് അവസാനിച്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ലക്ഷ്മി. VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.